ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മളിന്ന് ഉലുവയിൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒട്ടും കയ്പില്ലാതെയാണ് നമ്മൾ ഇതിൻ്റെ ഉലുവയുടെ ഇല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഉലുവയ്ക്ക് ഉണ്ടാകുന്ന കയ്പിൻ്റെ ഒരു കാൽ ഭാഗം നമ്മുടെ ഇലയ്ക്കും കിട്ടും. അപ്പോൾ ഒട്ടും കയ്പില്ലാത്ത രീതി നമ്മുടെ ഉലുവയിൽ വെച്ച് ചെയ്യുന്ന ഒരു തോരനാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല നമ്മുടെ ഇന്ന് ഷോപ്പുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ ഉലുവയിലെ ചീര. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്. നമ്മുടെ പ്രമേഹ രോഗികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒക്കെ നല്ലൊരു സംഭവമാണ് നമ്മുടെ ഉലുവയില എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ തലമുടിക്കും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉലുവയിലൊക്കെ ചെറുതായിട്ട് നമ്മുടെ അതിൻ്റെ ഇളയം തണ്ടും കൂടെ കൂടിയിട്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളൊരു നല്ല അടിപൊളി തോരനാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ചട്ടി, സ്റ്റീൽ പാത്രത്തിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. സ്റ്റീൽ പാത്രം ആയത് കാരണം അതിൻ്റെ സെൻറ്റർ ചൂടായ പെട്ടെന്ന് കളർ മാറി വരുന്നത്. അപ്പോൾ ഇതേ പാത്രം നന്നായിട്ട് ഒലിവ് ഓയിലാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ചൂടായ ടൈമിൽ നമ്മൾ അതിലോട്ട് കടുകിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇത് നമുക്ക് കറിയായിട്ടും വെക്കാം, നമ്മൾ തോരനായിട്ടും വെക്കാം. നമുക്ക് ഒട്ടും കയ്പില്ലാതെ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഉലുവയില ഉണക്കിയിട്ടാണ് നമ്മൾ കസ്തൂരി മേത്തി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നല്ലോട്ട് മഞ്ഞൾപ്പൊടിയും ഒന്ന് ഹാഫ് വേവിൽ കുക്ക് ചെയ്ത പൊട്ടാറ്റയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായതാണ്. അപ്പോൾ അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉലുവയില കട്ട് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ എണ്ണയിലിട്ടുണ്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരുവിധം കയ്പ്പ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ആ എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് വഴന്ന് വന്ന് നമ്മുടെ ഇല ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ പൊട്ടാറ്റോയും ഇലയും കൂടെ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ മതിയെങ്കിൽ അത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഇത്തിരി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ചിലവിയ തേങ്ങ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അതല്ല നമുക്കിത് ചതച്ച് കൊടുത്തിട്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവയിലയുടെ തോരൻ ഇവിടെ തയ്യാറായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് നമ്മുടെ ഉലുവയില എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഒട്ടും കയ്പില്ലാത്ത നമ്മുടെ ഉലുവയുടെ റെസിപ്പി ഇഷ്ടമാവുകയാണ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുവെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്.